മഹാനായ തങ്ങൾ ദുഃഖിച്ചു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും, ഇതെന്താ ഒരു കുഞ്ഞാണോ സംസാരിക്കുന്നത്, ഒരു കൊച്ചുകുട്ടിയാണോ ഈ സംസാരിക്കാൻ തോന്നിപ്പോകും. ഒരുപാട് ലോകം കണ്ട നേതാവ്, ഒരുപാട് ലോകത്തൂടെ സഞ്ചരിച്ച ഒരു നേതാവ്, ചെന്ന് കാണാത്ത രാജ്യങ്ങൾ തന്നെ കുറവാണ്. ചെറുപ്പത്തിൽ തന്നെ പോയി പഠിച്ചത് ഈജിപ്തിലാണ്. 1958 ഈജിപ്തിലേക്ക് പോകുന്നു. 1960 വരെ അൽ അസ്ഹറിൽ പഠിക്കുന്നു. 60 മുതൽ 1966 വരെ അൽ അസ്ഹറിനടുത്തുള്ള കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ആ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഒരു പ്രസംഗം ചെയ്യാൻ ഈ വിനീതന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവസരമുണ്ടായിട്ടുണ്ട്. പാർലമെന്റിന്റെ ഔദ്യോഗിക സംഘത്തിൽ അംഗമായിട്ട് ഈജിപ്ത്, ജോർദാൻ, സിറിയ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസംഗം ചെയ്യാൻ ക്ഷണിക്കപ്പെടുകയുണ്ടായി. ശ്രീ RL ഭാട്ടിയയുടെ നേതൃത്വത്തിലായിരുന്നു ഞങ്ങളുടെ സംഘം പോയത്. ഞാൻ അവിടെ സംസാരം അന്ന് തുടങ്ങിയത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമായിരുന്നു വിഷയം. അപ്പൊ അവിടെ ഇരിക്കുന്ന പലർക്കും മഹാനായ തങ്ങളെ അറിയാം. കൗതുകത്തോടുകൂടി അവർ തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒന്ന് ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറുപ്പത്തിൽ ഈജിപ്തിലേക്ക് പോയത്. അതിനുമുമ്പ് കാനാഞ്ചേരി മസ്ജിദിൽ, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശമായ കാനാഞ്ചേരി മസ്ജിദിൽ ഓതിയിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ വഴിക്ക് യാത്ര പോകുമ്പോൾ ആരും അറിയാതെ ഡ്രൈവറെ കൂട്ടി കാനാഞ്ചേരി മസ്ജിദിൽ പോവുക, മസ്ജിദിന്റെ അടുത്ത് പോവുക, അവിടെ നിന്ന് കണ്ടിരുന്ന ആളുകളുടെ വീടുകളിൽ പോവുക, മസ്ജിദിന്റെ അകത്ത് പോയിരിക്കുക. ഒരു കുഞ്ഞിന്റെ കൗതുകം. ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വന്തമായ ലോകം കൊണ്ട് നടന്നിരുന്നു അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏറ്റവും വലിയ പ്രായോഗികതാവാദിയായിരിക്കുമ്പോഴും ഒരു നേതാവിന്റെ ഉള്ളിൽ അല്പം ഒരു കാൽപ്പനികത ആവശ്യമാണ്. ഒരു വലിയ നേതാവ് വലിയ നേതാവായി തീരുന്നത് അല്പം കാൽപ്പനികനും കൂടിയായിരിക്കുമ്പോഴാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അല്പം റൊമാന്റിക് ഭാവങ്ങളെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ് ഒരു വ്യക്തിത്വം ഒരു വലിയ മഹത്വത്തിലേക്ക് ഉയരുന്നത്. ഒരു സമൂഹത്തെ, ഒരു ജനസമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന വലിയ ഒരു നേതാവിന് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് കാൽപ്പനിക ഭാവം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് പൈജാമയും ഷെർവാനിയും ധരിച്ച് തലയിലൊരു തൊപ്പിയും ധരിച്ച് ഷെർവാനിയുടെ കുടുക്കിന്റെ ദ്വാരത്തിൽ ഒരു റോസാപ്പൂവും തിരികി രാവിലെ ഒരുങ്ങി ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്ന പണ്ഡിതനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ കാൽപ്പനിക ഭാവം രാഷ്ട്രീയത്തിലുടനീളം നെഹ്റു സൂക്ഷിച്ചിരുന്നത് കാണുവാൻ നമുക്ക്